ഹലോ, നമസ്കാരം. കുറച്ച് ദിവസമായില്ല നമ്മൾ ക്ലാസ്സൊക്കെ കണ്ടിട്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ പാർട്ട് 3 വരെ നിങ്ങൾ കഴിഞ്ഞു. അതായത് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ് ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ എത്തി അല്ലേ. ട്രാൻസ്ഫോമർ, വാട്ട് ഈസ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? പവറിൽ വ്യത്യാസം വരുത്താതെ AC-യുടെ വോൾട്ടത കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് transformer. It's a device which is used to increase or decrease the voltage in an AC without change in power. ശരിയല്ലേ? ഇതായിരുന്നു നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കണ്ടത്. മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ കണ്ടു അല്ലേ, കുഞ്ഞ് എക്സാമ്പിളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ട്രാൻസ്ഫോമർ ഒക്കെ കണ്ടു അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണ്ടു. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും ചുറ്റുകളുടെ എണ്ണം നമ്മൾ കണ്ടു. ശരിയല്ലേ? അതിന്റെ ചുറ്റുകളുടെ എണ്ണവും, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. അതുപോലെ തന്നെ അവിടെയുള്ള വോൾട്ടേജ്, വോൾട്ടത, മലയാളക്കാർക്ക് വോൾട്ടത. ഈ വോൾട്ടേജ് എവിടുത്തെ? സെക്കൻഡറിയിലെ വോൾട്ടേജ്, ദാറ്റ് മീൻസ് സെക്കൻഡറിയിലെ വോൾട്ടത. പ്രൈമറിയിലെ വോൾട്ടേജ്, അതായത് പ്രൈമറിയിലെ വോൾട്ടത. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ? ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. ഒന്ന് നോക്കിക്കേ. Vs by Vp is equal to Ns by Np. എന്താ Vs എന്ന് പറഞ്ഞാല്? Vs അച്യുതാനന്ദൻ അല്ലെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി. ഓർത്തിരുന്നോളൂ, കുഴപ്പമില്ല. സോ Vs by Vp. ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. Vp ആണോ മുകളിൽ വരിക, Vs ആണോ മുകളിൽ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി, ആരായിരിക്കുന്നു? ലോജിക്കലായിട്ട് ചിന്തിച്ചു നോക്കി. മുൻ മുഖ്യമന്ത്രി, അത് ഏറ്റവും ആദ്യം ആയിട്ട് വരുന്ന ആരെ? മുൻ മുഖ്യമന്ത്രി അല്ലേ, അത് Vs ആണ്. ശരിയല്ലേ? ഇനി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. ദാറ്റ് മീൻസ് Vp. കത്തിയോ? ഇങ്ങനെയൊക്കെ ഓർത്തിരുന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ Vs ആണ് മുകളിൽ, Vs ആണ് മുകളിൽ, Vp ആണ് താഴെ, ഒരു ഐഡിയ ഇല്ല. നമുക്ക് കിട്ടണമെങ്കിൽ Vs എന്ന് പറയുന്ന ആളാണ് ആദ്യം വരേണ്ടത്. ദാറ്റ് മീൻസ് Vs അച്യുതാനന്ദനാണല്ലോ ആദ്യത്തെ മുൻ മുഖ്യമന്ത്രികളിൽ. ആദ്യമായിട്ട് ഇപ്പൊ പിണറായി വിജയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ആരാണ്? Vs ആണ്. Vp പിണറായി വിജയൻ താഴെയാണ്. ക്ലിയർ ആണല്ലോ? സോ Ns by Np, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. ഇക്വേഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇക്വേഷൻ കിട്ടിയിട്ട് എന്താ കാര്യം? പ്രോബ്ലം വേണം. ഈ പ്രോബ്ലം ഞാൻ എന്റെ കൂടെ നിങ്ങളും ചെയ്യണം. ഞാൻ പ്രോബ്ലം നിങ്ങൾക്ക് വായിച്ചു തരാം. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും നേരെ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണ്, അത് ഞാൻ വായിച്ചു തരും. നമ്മൾ ഒരുമിച്ച് ചെയ്യും. റെഡിയാണോ? ഓക്കെ. സോ ഞാൻ ആ വായിച്ചു തരുന്ന പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കുക. സോ ഹിയർ നമ്മൾ 2 പ്രോബ്ലം ചെയ്യുന്നുണ്ട്. 2 പ്രോബ്ലം നമ്മൾ ചെയ്യും. അതിലൊന്ന് ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടും, ഇനി നമ്മൾ വേറൊരു ഇക്വേഷൻ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ ചെയ്യും. വേറൊരു പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അപ്പൊ ഞാൻ നോക്കാം നിങ്ങൾ ചെയ്തത് ശരിയാണോ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ. റെഡിയാണല്ലോ? എന്നാ ചോദ്യം വായിക്കട്ടെ. റെഡി ആക്കണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt AC supplies a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. 4800. Calculate the number of turns in the secondary coil. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ജസ്റ്റ് ഫോർ മലയാളം മീഡിയം, 240 വോൾട്ട്, അതായത് 240 V AC-യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് നൽകുന്നു. അതായത് 8 വോൾട്ട്, 8 V വോൾട്ടത നൽകുന്നു. ഇതിന്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകൾ, 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഞാൻ ഈ വായിച്ചതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത ആളുകൾ ഒന്നെങ്കിൽ അത് നിർത്തുക, എന്നിട്ട് റിവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എടുത്തെഴുതാൻ പോകണം. ഒരു പ്രോബ്ലം മാത്സും ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ക്ലാസ്സിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാ തന്നിരിക്കണേന്ന് വേണം.
അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്തൊക്കെ തന്നിരിക്കണം? സോ ഹിയർ ഐ തിങ്ക് 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന അപ്പൊ എന്താണ്? അത് പ്രൈമറിയിലാണ് ആദ്യമായിട്ട് കറണ്ട് വരുന്നത്, പ്രൈമറിയിലേക്കാണ്. സോ പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ പ്രൈമറിയിലെ വോൾട്ടേജ് വി പി ഈസ് ഈക്വൽ ടു എന്താണ്? 240 വോൾട്ട്. കത്തിയല്ലോ? ക്വസ്റ്റ്യൻ വായിച്ചു, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്ത് എഴുതുവാണ്. അതിലെന്താണ്? വി പി ഈസ് ഈക്വൽ ടു 240 വോൾട്ട്. റെഡി അല്ലേ? നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ. 8 വോൾട്ട് അത് കൊടുക്കുന്നു. അപ്പൊ കൊടുക്കുന്നത് എവിടെ? ഔട്ട്പുട്ട് എവിടുന്ന വരുന്നത്? സെക്കൻഡറിയിൽ നിന്നുമാണ് ഔട്ട്പുട്ട് വരിക. കൊടുക്കുകയാണ്, കൊടുക്കുന്നപ്പോഴുള്ള സെക്കൻഡറിയിൽ നിന്നുമാണ്, അതായത് ഔട്ട്പുട്ട് കൊടുക്കുന്നത് സെക്കൻഡറിയിൽ നിന്നുമാണ്. സോ സെക്കൻഡറി, ദാറ്റ് മീൻസ് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എത്രയാണ്? 8 വോൾട്ട് ആണ്. ക്ലിയർ ആണല്ലോ? വി പി നമുക്ക് 240 കിട്ടി, വി എസ് 8 വോൾട്ടും കിട്ടി. റെഡി അല്ലേ? ഇനി അടുത്തത് വരുന്നത് വി എസും വി പിയും കിട്ടി. നൗ the turns in the primary, number of turns in the ചുറ്റുകളുടെ എണ്ണം, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 4800 ആണെന്നുണ്ട്. അപ്പൊ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എത്രയാ? 4800. ഇതിന് യൂണിറ്റ് ഉണ്ടോ? 4800 എണ്ണം എന്നാണ്. അതിന് 4800 വോൾട്ട് എന്നോ അല്ലെങ്കിൽ കിലോഗ്രാം എന്നോ മീറ്റർ എന്നൊന്നും ഇല്ല കേട്ടോ. എണ്ണത്തിന് ഒരിക്കലും നമ്മളിവിടെ നമ്പറിന് യൂണിറ്റ് കൊടുക്കാറില്ല. സോ എൻ പി, വി പിയും വി എസും എൻ പിയും ഉണ്ടെങ്കിൽ ആരെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഫ്രം ദ ക്വസ്റ്റ്യൻ വി വിൽ ഗെറ്റ് ദാറ്റ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിലിലെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ്, സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവും കൊച്ചിന് കാര്യം മനസ്സിലായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അവൻ വായിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, തന്ന കാര്യങ്ങൾ ഇന്ന എഴുതിയിട്ടുമുണ്ട്, അതിനു വേണ്ട ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. റെഡി അല്ലേ? ഇതിന് ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്താൻ പോകണം കേട്ടോ. ശ്രദ്ധിച്ച്, നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഇവിടെ കിടക്കുന്നത്? വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നാ കിടക്കണേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? എൻ എസിനെയാണ്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ബന്ധത്തിന്റെ കാര്യം. ഇവിടെ എൻ എസ് മാത്രമായി നിന്നിട്ട്, എൻ എസ് മാത്രമായി നിർത്തിയിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണം, വേണ്ടേ? അതിനർത്ഥം ആരെ ചവിട്ടി പുറത്താക്കണം? ഇവിടുന്ന് എൻ പി എ ഈ ഭാഗത്തുനിന്ന് നമ്മൾ ചവിട്ടി പുറത്താക്കണം, വേണ്ടേ? വേണ്ടേ? ഇവിടുന്ന് പുറത്താക്കിയ ഓട്ടോമാറ്റിക്കലി അവൻ എവിടെ പോകും? തൊട്ടടുത്തുള്ള എതിർച്ചേരിയിലേക്ക്, ശത്രുപക്ഷത്തേക്ക് പോകുമല്ലോ. ഇവിടെ ഹരിച്ചിരുന്ന എൻ പി തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഹരിക്കുവോ? അല്ല, നമുക്ക് എതിരായിട്ട് മാറും, അവൻ ഗുണിക്കലായിട്ട് മാറും. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇവിടെ എൻ എസ് എന്ന് പറഞ്ഞ് നമ്മൾ മാത്രമായിട്ട് നിർത്തുമ്പോൾ എൻ പി എ നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് ഇടുമ്പോൾ, മറുപുറത്തേക്ക് മാറ്റുമ്പോൾ ഹരിച്ചിരുന്ന എൻ പി ഗുണനമായിട്ട് മാറും. ഡിവിഷൻ ആയിരുന്നു ഇവിടെ, അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. സോ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പോണതാ. എൻ എസ് മാത്രം ഉണ്ട് ഇവിടെ, എൻ എസ് മാത്രം നിർത്തിയാണ്. ഈക്വൽ ടു, ഇവിടെ ആരാ ഈക്വൽ ടു ഉള്ളത്? വി എസ് ബൈ വി പി ഉണ്ടല്ലോ, ഇതിന് മാറ്റമൊന്നുമില്ല, ഇത് അതേപോലെ എടുത്ത് എഴുതി. ജസ്റ്റ് ഞാൻ തിരിച്ചെഴുതിയെന്ന് മാത്രം കേട്ടോ. ഇനി വേണ്ടത് ഈ എൻ പി എന്ന് പറയുന്ന ആള് നമുക്ക് ഇവിടെ കൂടെ വേണോ? വേണ്ട. ആ എൻ പി യെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഹരിച്ചിരുന്ന, അതായത് ബൈ വി പി എൻ പി ആയിരുന്ന ആള് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഇൻറ്റു എൻ പി എന്നാണ്. ദാറ്റ് മീൻസ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ഏറ്റവും നമ്മുടെ ബേസിക് ഇക്വേഷൻ എഴുതി. അതിനുശേഷം നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ട ഇക്വേഷൻ നമ്മൾ എഴുതി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കയ്യിൽ നോക്കിയേ, എൻ എസ് കണ്ടുപിടിക്കണം. എൻ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി എസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ? നോക്കി, യെസ്, വി എസ് ഉണ്ട്. എൻ പി ഉണ്ടോ? എൻ പി ഉണ്ട്. വി പി ഉണ്ടോ? വി പി ഉണ്ട്. ഇനി എന്താ നോക്കണ്ടേ? ഒന്നും നോക്കാനില്ല, ശരിയല്ലേ? അപ്പൊ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. വി എസ് എത്രയാ? 8 ഇൻറ്റു എൻ പി എത്രയാ? എൻ പി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി 4800 ഡിവൈഡഡ് ബൈ, ശരിയല്ലേ? വി പി, വി പി എത്രയാ? വി പി എസ് 240. 240. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് നോക്കി. ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും? ഒരു കുറച്ച് സമയം ഇതൊന്ന് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തണം. ഓക്കെ, ഒരു കുറച്ച് സമയം ഞാൻ നിങ്ങൾക്ക് തരുവാണ്.
എന്നിട്ട് നിങ്ങൾക്ക് ഞാനിത് വെട്ടിയാ ചെയ്യുന്നത്. നിങ്ങൾ ഈ 4800 × 8 ഗുണിച്ച് അതിന് ഉത്തരം കിട്ടി അതിനെ നമ്മൾ 240 കൊണ്ട് ഹരിച്ച്, അത് പോസിബിൾ ആണ്, പക്ഷെ ഒരുപാട് സമയമെടുക്കും. ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഇതിനെ വെട്ടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത്. ഏറ്റവും ആദ്യം 0 കണ്ടില്ലേ, 0 കണ്ടപ്പോ ഞാനങ്ങ് വെട്ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പല രീതിയിൽ വെട്ടാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 24 അല്ലെ, 24 എന്ന രീതിയിൽ നമുക്ക് വേണം വെട്ടാം. 1 × 8 ആണ് 8. ദാറ്റ് മീൻസ് 8. പക്ഷെ 24 എന്ന് പറഞ്ഞാൽ എത്ര 8 ആണ്? 3 8 24 നമ്മൾ പഠിച്ചത്. ദാറ്റ് മീൻസ് 3 × 8 = 24. അപ്പൊ 8നെ വെച്ച് വെട്ടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതാണ് 3 ആണ് കിട്ടുക. സോ 8 പോയി, ഇവിടുത്തെ 0 പോയി, ഇവിടുത്തെ 0 പോയി, 24 പോയി. ഇപ്പൊ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ, അതായത് ഹരിക്കാനായിട്ട് 3 മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ആരാ ബാക്കിയുള്ളത്? 480 ആണ് ബാക്കിയുള്ളത്. ഇപ്പൊ ഈ 480 എത്ര 3 ഉണ്ടെന്ന് എങ്ങനെ നോക്കുക? 48 എത്ര 3 ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. പട്ടിക അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 20 വരെയെങ്കിലും നമ്മൾ പെട്ടെന്ന് പഠിച്ചിരിക്കണം. 48 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 16ന്റെതാണ്. 16 × 3 ആണെന്ത് 48. സോ ഇതിനെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു 16 കിട്ടും, അതിന് കൂടെ ഈ 0യും വരും. സോ എന്റെ ആൻസർ 116. ക്ലിയർ ആയോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെയാ നമ്മുടെ കയ്യിലുള്ള VP VS NP കയ്യിലുണ്ട്, NS കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മൾ പ്രൈമറി ഇക്വേഷൻ, നമ്മൾ ബേസ് ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനിലേക്ക് മാറ്റി തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊടുത്തു. 8 × 4800 / 240. ഞാനത് വെട്ടിയാണ് ചെയ്തത്, അതിന്റെ വഴിയാണ് 0 വെട്ടി, 24 8നെ വെട്ടി 3 എഴുതി, 3 48 വെട്ടി 16 എഴുതി, 0 കൂടെ കൊടുത്ത് 160 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് NS, ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കാണുക എന്നുള്ളത്. സോ നമ്മൾ വിജയിച്ചോ? നമ്മുടെ ആൻസർ കിട്ടിയോ? യെസ്. സോ നിങ്ങൾ എഴുതിക്ക്, തന്നെ ചെയ്യാൻ പറ്റുന്നവർ തന്നെ ചെയ്യുക. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി ഉത്തരങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യും. ആ പ്രോബ്ലം കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഓക്കെ, സോ ഇത് എഴുതിയെടുത്ത് വേഗം. ഞാന് ഒരു നിങ്ങൾ എഴുതിയെടുത്തോളൂ. നമ്മളൊരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകണം. പുതിയ ഇക്വേഷൻ, വളരെ എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. എന്താണ് ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ? പവറിൽ വ്യത്യാസമില്ല എന്നല്ലേ പറയുന്നത്. അതിനർത്ഥം പവറിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്താൽ പവർ ഈസ് ഈക്വൽ ടു V × I എന്നാണ്. ശരിയല്ലേ? പവറിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാല് നമ്മള് പ്രൈമറിയിലെ പവർ എടുത്താലും സെക്കൻഡറിയിലെ പവർ എടുത്താലും പവർ തുല്യമാണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് പ്രൈമറിയിലെ പവറും പവർ ഇൻ ദ സെക്കൻഡറി, പവർ ഇൻ ദ പ്രൈമറി ആൻഡ് പവർ ഇൻ ദ സെക്കൻഡറി തുല്യമാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? വോൾട്ടേജ് അല്ലെ, P = V അല്ലെ, P = V × I. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ Pക്ക് പകരം V × I കൊടുക്കുകയാണ്. എവിടുത്തെ? പ്രൈമറിയിലെ ഈസ് ഈക്വൽ ടു, ഇവിടെയോ V × I കൊടുക്കുകയാണ്. എവിടുത്തെ? സെക്കൻഡറിയിലെ. ശരിയല്ലേ? ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എലാബറേറ്റ് ചെയ്ത് എഴുതിയത് മാത്രം. അതിനർത്ഥം എന്താ? VP എന്നെഴുതിക്കൂടെ? വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഇൻറ്റു IP എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു VS വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഇൻറ്റു IS. I എന്ന് പറയുമ്പോൾ എന്തോരും? കറണ്ട് ഇൻ ദ സെക്കൻഡറി. ഇത് നിങ്ങളൊരു പെട്ടിക്കകത്ത് ഇട്ടേക്കണം. ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. VP × IP ഈസ് ഈക്വൽ ടു VS × IS. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് എഴുതാം?
IP ഡിവൈഡഡ് ബൈ IS നെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ IP ഡിവൈഡ് ബൈ IS is equal to എന്ത് വരും? VS ഡിവൈഡ് ബൈ VP എന്ന് വരും. ഓക്കെ, VS ഡിവൈഡ് ബൈ VP. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വേഗം എഴുതിയെടുക്കുക. റെഡിയാണല്ലോ? പവർ ആണിത്. V ഇൻറ്റു I എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ സെക്കൻഡറിയിലും ഇതിലും മാറ്റം വരുന്ന ഡെഫിനിഷനിൽ പഠിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. നമ്മുടെ ഇക്വേഷൻസ് ആണ് ഇതും. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. IP ഡിവൈഡ് ബൈ IS is equal to VS ഡിവൈഡ് ബൈ VP. ക്ലിയർ ആണല്ലോ? അത് നമ്മുടെ നാട്ടിലൂടെ ഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും സാമൂഹികമായ അകലം, സാമൂഹികമായ ഉറവിടം കണ്ടെത്തുവാൻ ആവാത്ത കേസുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഈ ലോകത്തിലെ നിതാന്തമായ ജാഗ്രത പാലിക്കണമെന്ന് കരുണായി ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ പഞ്ചായത്ത് സെക്രട്ടറി പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയം എഴുതിയെടുക്കുക. സോ റൈറ്റ് ഡൗൺ. In a transformer without any loss in power, there are 5,000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current, so the primary current is 0.1 ampere. Find the voltage and current in the secondary. Find the voltage and current in the secondary. മലയാളം കാര്യം ശ്രദ്ധിക്കുക. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ചധികം ചെയ്യാനുണ്ടെന്ന് മാത്രം. പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകൾ 530 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. ഞാൻ ഒരു വട്ടം വായിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ആൻസർ ചെയ്യണത് കാണാവുള്ളൂ. ഓക്കെ ആണല്ലോ? സോ ഈ പ്രോബ്ലം ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നോക്കണ്ടേ. സോ ഹിയർ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് NP, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എത്രയാണ്? ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5,000 ടേൺസ്, 5000 in the primary and 250 in the secondary. So number of turns in the secondary 250. കിട്ടിയല്ലോ. മറ്റൊന്ന് എന്താണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? പ്രൈമറി വോൾട്ടേജ്, ദാറ്റ് മീൻസ് വോൾട്ടേജ് ഇൻ ദ പ്രൈമറി എത്രയാണ്? 120 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. 120 വോൾട്ട്. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് I in the primary 0.1 ആംപിയർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് എന്തൊക്കെയാ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സെക്കൻഡറി. സോ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കാണണം, അതുപോലെ തന്നെ കറണ്ട് ഇൻ ദ സെക്കൻഡറി കാണണം. നോക്കിക്കേ, രണ്ട് കാര്യങ്ങൾക്ക് ആൻസർ കണ്ടെത്തണം. യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, ദാറ്റ് ഇസ് VS യു വാണ്ട് ടു ഫൈൻഡ്, ആൻഡ് ഓൾസോ ദ IS ഓൾസോ യു വാണ്ട് ടു ഫൈൻഡ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി. എന്താ ആദ്യം കാണണ്ടേ? VS അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ബേസിക് ഇക്വേഷൻ ഒന്ന് എഴുതിക്കും, കണ്ണടച്ചിട്ട് അല്ലെ. നിങ്ങൾ ഇത് ഇങ്ങനെ ഇതിങ്ങനെ നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിർത്തി എഴുതിക്കും. നമ്മുടെ ബേസിക് ഇക്വേഷൻ നമ്മൾ എഴുതുക. VS by VP is equal to NS by NP. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. സോ നോക്കിക്കേ, VS by VP is equal to NS by NP. ഇത് ബോർഡിൽ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് അത് കാണുള്ളൂ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? VS അല്ലേ കണ്ടുപിടിക്കണ്ടേ? VS കണ്ടുപിടിക്കാൻ VS മുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ശല്യക്കാരനായിട്ട് നിൽക്കുന്ന ആരാ? VP ആണ് അല്ലെ. VP എന്ന് പറയുന്ന ശല്യക്കാരനെ തൊട്ടപ്പുറത്തേക്ക് ഇടുമ്പോൾ അതെന്തായിട്ട് മാറും? നമുക്ക് കിട്ടുന്നത് NS by NP into VP എന്നുള്ള ഇത്. ഒരു മിനിറ്റ്. യെസ്, യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട്
വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഞാൻ വി എസ് ഇവിടെ എഴുതി ഈസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു വി പി. ശരിയല്ലേ? വി പി ഞാൻ ഇവിടെ എഴുതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വേണ്ട എന്താണ്? ഞാൻ ക്ലിയർ ആയിട്ട് എഴുതുവാണ്, ശ്രദ്ധിച്ചു നിന്നോണം. ഞാനിപ്പോ ഇത്ര എഴുതി വെച്ചല്ലോ. ഇക്വേഷൻസ് കിട്ടാത്ത ആളെ സംബന്ധിച്ച് ഇക്വേഷൻസ് കിട്ടിയല്ലോ, തന്നെ ഒന്ന് ചെയ്യാൻ നോക്കിയേ. വീഡിയോ പോസ് ചെയ്തോ, തന്നെ ചെയ്തോളൂ. സോ നമ്മുടെ ആൻസറിലേക്ക് പോവാണ്. ഓക്കെ, എൻ എസ് എന്താ? എൻ എസ് 250 ഇൻറ്റു എൻ എസ് കിട്ടിയേ. നെക്സ്റ്റ് വൺ വി പി. വി പി എന്താണ്? 120. അതും കൊടുത്ത് ഡിവൈഡഡ് ബൈ. ഇനി എന്താ വേണ്ടേ? എൻ പി അല്ലെ? എൻ പി ഇവിടെ എന്താ കൊടുത്തേക്കണേ? എൻ പി ദാറ്റ് ഈസ് 5000. 5000 കൊടുത്തേ. വെട്ടി ചെയ്യണ്ടേ? 0 0 ഇവിടെ വെട്ടി, ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 വെട്ടി. 50ഉം 25ഉം എങ്ങനെ വെട്ടുക? 25ന്റെ ഇരട്ടിയാണ് 50. ശരിയല്ലേ? അപ്പൊ ഞാൻ 2 എഴുതി. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു 12ഉം ഇവിടെ 2ഉം ഉള്ളു. 12 ഡിവൈഡ് ബൈ 2 എത്രയാ? 12ന്റെ പകുതി. 12ന്റെ പകുതി എത്രയാണ്? 6. സോ നമ്മുടെ ആൻസർ 6 ആണ് വരിക. ഈ 6 ഞാൻ എഴുതിയത് ശരിയാണോ? 6 എന്താണ്? വി ആർ ഫൈൻഡിങ് വി എസ്. സെക്കൻഡറിയിലെ വോൾട്ടതയാണ്. വോൾട്ടത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഉണ്ട്, ചക്കമാന്നല്ലോ. ദാറ്റ് മീൻസ് 6 വോൾട്ട്. കത്തിയോ? സോ നമ്മുടെ ആൻസർ എന്ത് വരും? 6 വോൾട്ട്. ധൃതി ഒന്നും പിടിക്കണ്ട, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ എൻ പി തന്നിട്ടുണ്ട്, എൻ എസ് തന്നിട്ടുണ്ട്, വി പി തന്നിട്ടുണ്ട്, ഐ പി തന്നിട്ടുണ്ട്. ഐ പി നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചേക്കുക, ഒന്നും ചെയ്യണ്ട. വി എസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ ഇക്വേഷൻ എഴുതി റീഅറേഞ്ച് ചെയ്ത് ഇട്ടു. മാത്സിന്റെ പ്രോബ്ലംസ്, അതായത് 250 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 5000 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 6 വോൾട്ട് ആണ്. അത് കിട്ടി. നിങ്ങൾ പകുതി ഭാഗം ഹാപ്പിയാണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കണത് എന്താണ്? നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മീൻസ് എന്നോട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? വോൾട്ടേജ് സെക്കൻഡറിയും പിന്നെ എന്തും കൂടെ വേണം. യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ കറന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ശരിയല്ലേ? സോ ഇത് വേഗം എഴുതിയെടുത്തേ. ഇത് വേണമെന്ന് പോസ് ചെയ്ത് വെച്ചോട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ഇത് മായ്ക്കാൻ പോണ. റെഡി? യെസ്. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ഞാൻ വായിച്ചിട്ട് ആൻസർ എഴുതാൻ പോകണം. അവിടെ എന്താ നമ്മുടെ ആൻസർ? നമ്മൾ കണ്ടുപിടിച്ചു 6 വോൾട്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഇനി നമ്മളെ സംബന്ധിച്ച് എന്ത് കിട്ടിയാൽ മതി? ഐ എസ് കിട്ടിയ. നമ്മൾ തൊട്ട് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ പവറിൽ വ്യത്യാസം, പവറിന്റെ ഇക്വേഷൻ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ആൻസർ കണ്ടെത്തി അല്ലേ? അതിൽ നമ്മൾ കണ്ട ഇക്വേഷൻ എന്തായിരുന്നു? ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ്. സോറി, ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു വന്നേ? നമ്മള് വോൾട്ടേജ് വി ഐ എന്നുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. സോ യു വാണ്ട് ടു റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ദാറ്റ് മീൻസ് ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് ഈസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. ഇതൊരു പെട്ടിക്കകത്തിട്ടോണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിപ്പോ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, എന്റെ മുന്നിലും ഈ ക്വസ്റ്റ്യനും ഉണ്ട്, ഇത്രയും കാര്യങ്ങളും ഉണ്ട്, ഒരു ഇക്വേഷനും ഉണ്ട്. ശരിയല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഐ എസ് കണ്ടുപിടിക്കണം. ഐ എസ് കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? ഐ എസ് കണ്ടുപിടിക്കണം അല്ലെ? ഇക്വേഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണം. അതിനാദ്യം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ എസിനെ മുകളിലേക്ക് കൊണ്ടുപോയി ഇപ്പർ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഐ എസ് ഇവിടെ വരും. ഐ എസ് ഈ ഭാഗത്ത് വരും. വി എസ് താഴത്തേക്ക് പോകും ഇവിടെ. അതുപോലെ തന്നെ വി പി മുകളിലേക്ക് പോകും. അതായത് ഐ പി എന്ന് പറയുന്നതിന്റെ കൂടെ താഴെ നിന്ന് വി പി മുകളിലേക്ക് വരികയും അങ്ങനെ വി പി ആവുകയും മുകളിൽ നിന്ന് വി എസ് താഴേക്ക് വരികയും ചെയ്യും. ഈസ് ഈക്വൽ ടു ഐ എസ് മുകളിലേക്ക് ഒന്ന് ഇൻഡുവായിട്ട് മാറും. ഇതൊന്ന് എഴുതി വെച്ചത്. ഐ എസ് ഈസ് ഈക്വൽ ടു ഐ പി ഇൻറ്റു വി പി ഡിവൈഡ് ബൈ വി എസ്. താഴെരിഞ്ഞു പോയോ? ഞാൻ ജസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി എഴുതിയാണ്. നിങ്ങൾക്ക് മാറാതിരിക്കാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് എഴുതി തരാം.
IS. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? IS is equal to IP into VP by VS ആണ് നമ്മുടെ. ലൈറ്റ് കുറച്ച് കുറയുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. IP into VP by VS. IP യെ സംബന്ധിച്ച് നമ്മൾ നോക്കുവാണ്. IP എന്താണ്? 0.1 into VP എവിടെയാണ് കിട്ടുന്നത്? 120 120 ഡിവൈഡഡ് ബൈ VS എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു 6 വോൾട്ട് അല്ലെ. ഇതും കണക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഇത് പെട്ടെന്ന് ഡെസിമൽ 0.1 ഒക്കെ ഇട്ട് ചെയ്യണം. സിമ്പിൾ ആണ്. 0.1 ഇടുമ്പോ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഈ 120 എന്നാണ് എന്താ 12 into 10 എന്നല്ലേ. അതിൽ ഈ 10 into 0.1 എന്ന് പറഞ്ഞാൽ എന്ത് നമുക്കറിയാം? 0.1 10 കൊണ്ട് ഗുണിച്ചാൽ അതിലൊരു 0 അല്ലേ 10-ലുള്ളത്, ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കുത്തിടാൻ പറ്റും. ദാറ്റ് മീൻസ് 1 എന്ന് വരും. അപ്പൊ 1 into 12 എന്നായിട്ട് മാറും. എത്ര 1 into 12? 1 into 12 എത്രയാ? 12 ഡിവൈഡ് ബൈ 6. 12 എത്ര 6 ഉണ്ട്? 12 ഡിവൈഡ് ബൈ 6 എത്ര 6 ഉണ്ട്? 2. ശരിയല്ലേ? സോ നമ്മുടെ ആൻസർ 2. എന്താ കണ്ടുപിടിക്കുന്നത്? I ആണ്. I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? 2 ആംപിയർ. സോ നമ്മുടെ ഒരിക്കൽ കൂടി ഞാൻ സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ കുറച്ച് 2 പ്രോബ്ലം ചെയ്തു, അതാണ് ഇത്രയും സമയം എടുത്തത്. കീപ് ദിസ് ഇൻ മൈൻഡ്. ദ ഇക്വേഷൻ IP by IS is equal to VS by VP and VS by VP is equal to NS by NP. അതും ഓർത്തിരിക്കാം. ആ 2 ബേസിക് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? കുറെയൊക്കെ മാറ്റിയിട്ടു. നമ്മളെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആവശ്യമുള്ള ആളെ ഇപ്പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടു. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, നമ്മുടെ ആൻസർ കിട്ടി. മാത്സ് കൃത്യമായിട്ട് അറിയണം. ആർക്കെങ്കിലും ഗുണിക്കാനും ഹരിക്കാനൊന്നും അറിയില്ലെങ്കിൽ ചോദിക്കണം, ഒരു മടിയും വിചാരിക്കണ്ട. കേട്ടല്ലോ? സോ ക്ലാസ് പ്രോബ്ലം ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് വീണ്ടും കാണുക, റിവൈസ് ചെയ്ത് കാണുക, നോട്ട് കൃത്യമായിട്ട് എഴുതുക, പ്രോബ്ലംസ് 2 ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.